കോഴിക്കോട് പോലീസുകാർക്ക് നേരെ തോക്ക് ചൂണ്ടിയും സ്ഫോടക വസ്തു എറിഞ്ഞും ആക്രമണമുണ്ടായിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 4 ഉദ്യോഗസ്ഥർക്ക് സാരമായി പരിക്കേറ്റിരിക്കുകയാണ്. പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ എത്തിയ പാലക്കാട് പോലീസിന് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. റോബറി കേസിലെ പ്രതികളാണ്. അവരെ രഹസ്യവിവരം കിട്ടി, അതിനനുസരിച്ച് ഇങ്ങോട്ട് വന്നു. ആ സമയത്ത് ഇവര് ഞങ്ങളെ ആക്രമിക്കുകയായിരുന്നു. തോക്ക് ചൂണ്ടി തോക്ക് കീഴ്പ്പെടുത്താൻ നോക്കുന്ന സമയത്ത് അത് ഏറുപടക്കം എറിഞ്ഞു. കോഴിക്കോട് നിന്നും MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, നിയമം സംരക്ഷിക്കേണ്ടവർക്ക് നേരെ തന്നെ ഇപ്പോഴത്തെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്താണ് ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലം? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അനുശ്രീ, ഏറെ വിവാദമായ ഒരു തട്ടിക്കൊണ്ടുപോക്കൽ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഈ 4 പ്രതികളെ പിടികൂടാനായി പാലക്കാട് നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം കോഴിക്കോട്ട് എത്തിയത്. മുഹമ്മദ് അലി എന്ന പ്രവാസി വ്യവസായി അദ്ദേഹം വിമാനത്താവളത്തിലേക്ക് പോകും വഴി തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടുപോവുകയും തടവിൽ പാർപ്പിക്കുകയും പിന്നീട് മോചനദ്രവ്യം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്ത കേസാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റു പ്രതികളെ നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിനുശേഷമാണ് അന്വേഷണം തുടരുകയും ഈ പ്രതികളിലേക്ക് കൂടി പോലീസ് എത്തുകയും ചെയ്തത്. ഇന്ന് രാവിലെ പെരുവയൽ എന്ന സ്ഥലത്തുള്ള ഒരു ജില്ലയിലാണ് ഈ പ്രതികൾ ഉണ്ട് എന്ന രഹസ്യ വിവരം പോലീസിന് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കസ്റ്റഡിയിൽ എടുക്കാനായി എത്തിയത്. വീട്ടിലേക്ക് പോലീസ് എത്തിയപ്പോൾ തന്നെ ഈ പ്രതികൾ പോലീസിന് നേരെ തോക്ക് ചൂണ്ടുകയും ഒപ്പം പന്നിപ്പടക്കം എറിഞ്ഞ് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയുമായിരുന്നു. തുടർന്ന് പോലീസും പ്രതികളുമായി മൽപ്പിടുത്തമുണ്ടാവുകയും ചെയ്തു. ഇതിനിടയിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ മാവൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്ഥലത്തേക്ക് എത്തുകയും പ്രതികളെ കീഴടക്കുകയുമായിരുന്നു. 4 പോലീസുകാർക്ക് പരുക്കുണ്ട്. ഇതിൽ 2 പേർക്ക് സാരമായ പരുക്കൾ, കൈക്കും കഴുത്തുമൊക്കെ പരുക്കേറ്റിട്ട് ഉണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. ഈ പോലീസിന് നേരെ നടത്തിയ ബലപ്രയോഗത്തിൽ പ്രതികൾക്കും നിസ്സാരമായ ചില പരുക്കുകൾ പറ്റിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. നിരവധി കേസുകളിലെ പ്രതിയായ ആടി ഷമീർ അടക്കമുള്ളവരായിരുന്നു ഈ കൊലയാളി ഈ സംഘത്തിൽ, ഈ തട്ടിക്കൊണ്ടുപോക്ക് സംഘത്തിൽ ഉണ്ടായിരുന്നത്. അവരെയാണ് പോലീസ് പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്ത് 2 പിസ്റ്റളുകൾ പ്രതികളുടെ പക്കൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഈ പിസ്റ്റളുകൾ ചൂണ്ടിയാണ് പോലീസിന് നേരെ ഈ പ്രതികൾ വധഭീഷണി മുഴക്കിയത്. ഇതിനുശേഷം കൈവശമുണ്ടായിരുന്ന പന്നിപ്പടക്കമെടുത്ത് പോലീസുകാർക്ക് നേരെ എറിയുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും ഏറെ സാഹസികമായി തന്നെയാണ് ഈ പ്രതികളെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത്. 2025 ഡിസംബറിലായിരുന്നു ഈ കേസിനാസ്പദമായ അല്ലെങ്കിൽ ഈ പ്രതികളുടെ അറസ്റ്റിലേക്ക് ആസ്പദമായ സംഭവം ഉണ്ടായിരുന്നു. അവിടെ മലപ്പുറം സ്വദേശിയായ വണ്ടൂർ സ്വദേശിയായ പ്രവാസി വ്യവസായിയാണ് മുഹമ്മദ് അലി. അദ്ദേഹം വിമാനത്താവളത്തിലേക്ക് പോകാൻ, അതായത് വിദേശത്തേക്ക് പോകാനായി പോകുന്നതിനിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനിടെയാണ് വഴിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കാറ് തടഞ്ഞു നിർത്തുകയും പ്രതികൾ അദ്ദേഹത്തെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്ത്. ആദ്യം മലപ്പുറം ഭാഗത്തൂടെ പോയ അവർ മറ്റൊരു വാഹനത്തിലേക്ക് മുഹമ്മദ് അലിയെ കയറ്റിയ ശേഷം പിന്നീട് പാലക്കാട് അതിർത്തിയായ കോഴിക്കാട്ടൂർ പാലത്തിന് സമീപത്ത് വെച്ച് മറ്റൊരു ഇടത്തേക്ക് ഒളിസങ്കേതത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഒളിവിൽ വെച്ച് വലിയ തോതിലുള്ള ശാരീരിക പീഡനങ്ങൾക്ക് താൻ വിധേയനായതായി പിന്നീട് ഇദ്ദേഹം പറഞ്ഞിരുന്നു. ഇദ്ദേഹത്തിൻ്റെതായ ഒരു ശബ്ദരേഖ ആ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്തു. സാമ്പത്തികമായ ചില തർക്കങ്ങൾ ഒരു ഇടപാടുകാരുമായി ഉണ്ടാവുകയും ആ തർക്കം പിന്നീട് തന്നെ തട്ടിക്കൊണ്ടുപോകുന്നതിലേക്ക് കലാശിക്കുകയും ചെയ്തു എന്നാണ് അന്ന് മകൻ അയച്ച ഓഡിയോ ക്ലിപ്പിൽ മുഹമ്മദ് അലി പറഞ്ഞത്. 70 കോടി രൂപ ഈ ആളുകൾക്ക് നൽകണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അല്ലെങ്കിൽ തന്നെ കൊന്നുകളയുമെന്നുള്ള ഭീഷണിയൊക്കെ ഇവർ മുഴക്കിയിട്ടുള്ളത്. അതുകൊണ്ട് സ്വമേധയാ തന്നെയാണ് താൻ ഇക്കാര്യം പറയുന്നത്. പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥരൊന്നും ഈ കാര്യം അറിയിക്കരുത് എന്ന കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് വലിയ സംശയമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വരുന്നത്. അദ്ദേഹത്തിന് ഈ നീലഗിരിയിൽ ഒരു കോളേജ് നടത്തിപ്പിൽ പങ്കാളിയായിരുന്നു അദ്ദേഹം. ആ കോളേജുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക തർക്കങ്ങൾ ഉണ്ടായി എന്ന രീതിയിലൊക്കെയുള്ള പ്രചാരണങ്ങളാണ് ആ ഘട്ടത്തിലെത്തിയത്. ആ സാമ്പത്തിക തർക്കത്തിനൊടുവിലാണ് തട്ടിക്കൊണ്ടുപോയതെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിരുന്നു. പിന്നീടാണ് അദ്ദേഹം അവരുടെ തടവിൽ നിന്നും രക്ഷപ്പെട്ടത്. ആ തടവ് തട്ടിക്കൊണ്ടുപോയ ആളുകളിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ട് ഇറങ്ങുകയും ഒരു പള്ളിയിൽ അഭയം പ്രാപിക്കുകയുമായിരുന്നു. അങ്ങനെ ആ പള്ളിയിൽ നിന്ന് ആണ് ആളുകൾ അദ്ദേഹത്തെ പോലീസിനെ അറിയിക്കുകയും പോലീസ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോവുകയും ഒക്കെ ചെയ്ത്. ഈ അക്രമത്തിൽ കാര്യമായ പരിക്കേറ്റ മുഹമ്മദ് അലി കുറച്ച് ദിവസം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയും ഒക്കെ ചെയ്തു. അതിനുശേഷമാണ് വിദേശത്തേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുകയും തൊട്ടടുത്ത ദിവസം തന്നെ ആക്രമിച്ച സംഘം എന്ന് പറയുന്നവർ ഗുണ്ടാ സംഘമായിരുന്നു. അവർക്ക് ഇതിനു മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പശ്ചാത്തലം ഉണ്ടായിരുന്നു? അതുപോലെ തന്നെ ഇതിൽ മറ്റെന്തെങ്കിലും കൂടുതൽ നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നുണ്ടോ?
തീർച്ചയായും ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ട് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ആട് ഷമീറിന് എതിരെ ഒരുപാട് കേസുകൾ, ക്രിമിനൽ കേസുകൾ ഇതിനകം തന്നെ എടുത്തിട്ടുള്ളതാണ്. കൊലപാതക ശ്രമവും അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകൽ പോലെയുള്ള ഗുണ്ടാ പരിപാടികളിൽ കൊട്ടേഷൻ പരിപാടികളിലൊക്കെ പങ്കെടുത്തു വരുന്ന ആളാണ് ഇദ്ദേഹമെന്നാണ് അറിയുന്നത്. എന്തായാലും ഈ തട്ടിക്കൊണ്ടുപോക്കലിലെ ഇവരുടെ ഒരു വരവ് ഈ മുഹമ്മദ് അലിയുടെ സുഹൃത്തായ അല്ലെങ്കിൽ മുഹമ്മദ് അലിയുടെ ബന്ധുവായ സിയാസ് എന്ന ആൾ വഴിയായിരുന്നു. സിയാസിന് ഈ മുഹമ്മദ് അലിയുമായി വളരെ അടുത്ത് പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയാണ്. ഒരുപാട് കാലം ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് നടത്തിപ്പൊക്കെ നോക്കി നടത്തിയ ഒരു വിശ്വസ്തനായ ആളായിരുന്നു സിയാസ്. ഈ സിയാസിനെ ചില ചുമതലകളിൽ നിന്നും ആ കാലത്ത് മുഹമ്മദ് അലി മാറ്റിയിരുന്നു. ഇതേ തുടർന്ന് ഈ സിയാസാണ് ഈ മറ്റുള്ളവരെ സംഘടിപ്പിക്കുകയും ഈ കൊട്ടേഷൻ നൽകുകയും ചെയ്ത് ആട് ഷമീർ അടക്കമുള്ളവർക്ക് കൊട്ടേഷൻ നൽകിയത് സിയാസാണ് എന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് ആ കേസുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 10ഓളം പേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ തുടരന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ പുതിയ അറസ്റ്റുകളിലേക്ക് കൂടി പോലീസ് നീങ്ങിയിരിക്കുന്നത്. എന്തായാലും വളരെ ആസൂത്രിതമായി ചെയ്ത ഒരു കുറ്റകൃത്യമാണ് എന്ന് തന്നെ പോലീസ് പറയുന്നു. കാരണം ഈ സിയാസിലേക്ക് നേരിട്ട് എത്താതിരിക്കാൻ മറ്റ് ഇടനിലക്കാർ വഴിയാണ് കൊട്ടേഷൻകാരെ ബന്ധപ്പെടുകയും ഈ സിയാസും കൊട്ടേഷൻകാരും തമ്മിൽ പരസ്പരം ബന്ധപ്പെടാതിരിക്കുന്നതിനുള്ള ഒരു നീക്കമൊക്കെ നടത്തി. ഒപ്പം ഏറ്റവും അടുത്ത ബന്ധുവായ ഇയാളിലേക്ക് ഒരു സംശയമുന നീളില്ല എന്നൊരു കരുതലും കണക്കൂട്ടലുമൊക്കെ ഈ പ്രതിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് പോലീസ് ആദ്യ പ്രതിയെ പിടികൂടിയതോടുകൂടി തന്നെ മറ്റു പ്രതികളിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ കഴിയുകയും ചെയ്തു. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ പുതിയ അറസ്റ്റുകളിലേക്കും നീങ്ങുന്നത്. എന്തായാലും കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ എത്രമാത്രം സംഘടിതരും ആയുധങ്ങളുമായൊക്കെയാണ് നടക്കുന്നതും എന്നതിന് ഒരു വ്യക്തമായ ഉദാഹരണം കൂടിയാണ്. കാരണം പോലീസ് സംഘം എത്തുമ്പോഴും തോക്ക് ചൂണ്ടി വെടിയുതിർക്കുമെന്ന ഭീഷണി മുഴക്കി അവരിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമം, ഒപ്പം കൈവശമുള്ള പന്നിപ്പടക്കം, ഈ നാടൻ പടക്കം എന്നൊക്കെ പറയുന്ന പന്നിപ്പടക്കം ഈ പോലീസുകാർക്കെതിരെ നിർഭയരായി എറിയാനുള്ള ഒരു ധൈര്യം. മറ്റൊരു കാര്യം, ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പ്രതികളെയൊക്കെ പിടികൂടാൻ പോലീസിന് സാധിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയ കേസുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ഈ അന്വേഷണം നടത്തിയതും അവരാക്രമിക്കപ്പെടുന്നതും ഒക്കെ. ഈ പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? മനസ്സിൽ തട്ടിക്കൊണ്ടുപോക്കുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവായ സിയാസ് എന്ന ആളെ നേരത്തെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആദ്യം ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തിലെ ഒരാളെ പോലീസിന് കണ്ടെത്താൻ കഴിയുകയും അവരിൽ വഴി നടത്തിയ അന്വേഷണത്തിനൊടുവിൽ മറ്റുള്ള പ്രതികളിലേക്ക് എത്തുകയും ഈ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവായ സിയാസ് എന്ന ആളുകളിലേക്ക് എത്തുകയും ചെയ്ത് അതിനുശേഷമാണ് പോലീസ് അന്വേഷണത്തിൽ ഈ ഷമീർ അടക്കമുള്ള ആളുകൾക്ക് ഈ കുറ്റകൃത്യത്തിൽ ഉള്ള പങ്ക് കണ്ടെത്താൻ കഴിയുകയും ചെയ്തത്. എന്തായാലും അതിസാഹസികമായി തന്നെയാണ് ഈ പ്രതികളെ പോലീസ് പിടികൂടിയതെന്ന് നമുക്ക് പറയേണ്ടി വരും. അതീവ ശക്തരായ അല്ലെങ്കിൽ ഏത് മാർഗത്തിലും അന്വേഷണ സംഘത്തെ പോലും വകവരുത്താൻ ശേഷിയുള്ള ആളുകളാണ് ഈ ഗുണ്ടാ സംഘം എന്നതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഒരുപക്ഷെ ഈ സ്ഫോടവസ്തു എറിഞ്ഞതൊക്കെ പോലീസുകാരുടെ ദേഹത്തേക്കോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥലത്തേക്കോ വീഴുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ആക്രമണത്തിൻ്റെ ഒരു വ്യാപ്തി വലുതാകുമായിരുന്നു. ഒപ്പം ഈ ഭീഷണിക്കൊപ്പം വെടിയുതിർക്കുകയോ മറ്റോ ചെയ്തിരുന്നെങ്കിലും പോലീസുകാരുടെ ജീവൻ പോലും അപകടത്തിലാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേനെ. എന്തായാലും അവസരോചിതമായി തന്നെ മാവൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും കൂടുതൽ പോലീസുകാരെത്തുകയും ഈ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയുമാണ് ചെയ്തത്. പ്രതികൾക്കും പോലീസിനും പരിക്ക് പറ്റിയിട്ടുമുണ്ട്. എന്തായാലും ഈ കുറ്റവാളികളെ കസ്റ്റഡിയിലെടുക്കാൻ ബലപ്രയോഗത്തിലൂടെയാണെങ്കിലും പോലീസിന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അനുശ്രീ, കോഴിക്കോടാണ് പോലീസുകാർക്ക് നേരെ തോക്ക് ചൂണ്ടിയും സ്ഫോടക വസ്തു എറിഞ്ഞും ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 4 ഉദ്യോഗസ്ഥർക്കാണ് സാരമായി പരിക്കേറ്റ സാഹചര്യമുണ്ടായത്. പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിച്ചെത്തിയപ്പോഴാണ്, പാലക്കാട് എത്തിയപ്പോഴാണ് പോലീസിന് നേരെ ഈ ഒരു ആക്രമണം ഉണ്ടായത്. പോലീസുകാർക്ക് മാരകമായ രീതിയിലുള്ള പരിക്കുകൾ ഏൽക്കുകയും ചികിത്സ തേടുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ നടപടികളിലേക്കൊക്കെ പോലീസ് കടക്കുകയാണ്. MS അനീഷ് കുമാറാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.